പറയുന്നു സയ്യിദുനാ അലി റളിയല്ലാഹ് ചോദിച്ചു നബിയോടൊരു ദിനം സ്വല്ലല്ലാഹ് റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കാനെന്താ വഴി അസ്ഹലായതുണർത്തു നബിയെ അന്താ ദിക്റിൽ ദവാമാകേണ്ടതാ നീ സിറിലും അതുപോലെ റബ്ബിനെ ദിക്ർ ചെയ്തോ ജഹറിലും. അപ്പോൾ പറഞ്ഞവർ യാ റസൂലല്ലാഹി ചൊല്ലുന്നു ദിക്റെല്ലാവരും ലില്ലാഹി. പ്രത്യേകമായി എനിക്കൊന്ന് കിട്ടണമെന്ന എനിക്കുള്ള ചോദ്യം പിന്നെയും അതു തന്നെ. ഉടൻ തന്നെ തിരുനബി മുസ്തഫ പറയുന്നേ കാര്യം അലിയെ അറിയണം എന്തെന്ന്. ഞാനും കഴിഞ്ഞ പ്രവാചകന്മാർ സകലരും എന്തോ പറഞ്ഞോ അവയിലെല്ലാം നല്ലതും കലിമത്തു തൗഹീദാണ് അലിയെ മെച്ചവും ആകാശഭൂമികൾ രണ്ടിനേക്കാൾ തൂക്കവും. ഭൂമിക്കു മുകളിൽ ആരും അല്ലാ എന്ന് പറയാനൊരാളില്ലാതെ വന്നാലന്ന് ഊതും അലിയെ സൂർ ഇസ്രാഫീല് എന്നും പറഞ്ഞവരോരുടൻ ഇക്ലീല്. അപ്പോൾ അവർ ചോദിച്ചു നബിയോടന്ന് ദിക്റെങ്ങിനാ ചൊല്ലേണ്ട കൈഫിയത്തെന്ന്. കണ്ണും അടക്കുക പിന്നെ എന്നിൽ നിന്ന് കേട്ടിട്ട് നീ അതേപോലെ ചൊല്ലുകയെന്ന്. ഒരു 3 വട്ടം കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തുടൻ ഏറ്റു ചൊല്ലി ഷഹീദ്. ശൈഖും മുരീദും എന്നതിൻ അസലുള്ളതാ ഈ സംഭവം അതിലേക്ക് തെളിവാകുന്നതാ. ഇത് ശൈഖുനാ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റിപ്പോർട്ടുണ്ട് യാ ഇഖ്വാനി. അതുമാത്രമല്ല ഇത് ബഹ്ജയിൽ കാണുന്നതാ 38-ാം പേജ് അതിൽ വിവരിച്ചതാ. സുബ്ഹാന റബ്ബി അന്ത്യശ്വാസം നീക്കലും നിനക്കുള്ള ദിക്റിൽ തന്നെ വേണേ ഹുബ്ബിലും ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താനിലും. അദ്കാറുകൾ നടക്കുന്ന കാലം നാക്കിലും.